ദൈവം തിരഞ്ഞെടുത്തതായ ഒരു കുടുംബം. അബ്രഹാമിൽ നിന്നും വാഗ്ദത്ത സന്തതിയായ യിസ്ഹാക്ക് ജനിച്ചു. യിസ്ഹാക്കിൽ നിന്നും യാക്കോബ് ജനിച്ചു. യാക്കോബിന്റെ വംശത്തിൽ നിന്നും ദാവീദ് ജനിച്ചു. ദാവീദിന്റെ വംശത്തിൽ കർത്താവായ യേശുക്രിസ്തു പിറന്നു. അതായത് ദൈവം തിരഞ്ഞെടുത്തതായ അബ്രഹാമും അബ്രഹാമിന്റെ കുടുംബവും വളരെ വിലയേറിയതായിരുന്നു. വളരെ മൂല്യമുള്ളവരായി മുൻപോട്ടു പോകേണ്ടിയിരുന്നു. എന്നാൽ ഈ ശ്രേഷ്ഠമായ കുടുംബത്തിൽ ചില കുറവുകളുണ്ടായി. ചില തെറ്റുകൾ സംഭവിക്കുന്നു, ചില കുഴപ്പങ്ങളുണ്ടാകുന്നു. എന്നിരുന്നാലും അവയൊന്നും ദൈവം മറച്ചുവെച്ചതേയില്ല. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് വെച്ചാൽ, ദൈവം തിരഞ്ഞെടുത്തതായ ആളുകൾ ദൈവത്താൽ എന്തെല്ലാം വീര്യപ്രവൃത്തികൾ അവർ ചെയ്തുവോ, അത്ഭുതകരമായ കാര്യങ്ങൾ അവർ ചെയ്തുവോ, വിജയങ്ങൾ നേടിയെടുത്തുവോ, അവയെ ദൈവം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വന്നതായ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നും, എവിടെയാണവർ വീണുപോയത്, എവിടെയാണവർ അധപ്പതിച്ചു പോയത്, അവയെയും ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവൻ സകലതും അറിയുന്ന ദൈവമാണ്, സകലതും കാണുന്നവനാണ്. തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവൻ കൊടുത്തിരിക്കുന്നതായ വിജയങ്ങളെക്കുറിച്ച് എഴുതുകയും ആ ഭക്തന്മാർ എവിടെയെങ്കിലും ദൈവത്തെ വിട്ട് അകന്ന് തെറ്റായ ചുവടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയവും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നേരായ വഴിയെ നടക്കുവാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അങ്ങനെ തെറ്റായ വഴികളിൽ കൂടി തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കേണ്ടതിന് വേണ്ടിയാണ്. അവർ കടന്നുപോയ വഴികളിൽ കൂടി നാമും സഞ്ചരിച്ച് കഷ്ടതകളൊക്കെ വരുത്തിവെക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ഭുതകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവയെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തി. അതുപോലെ അവരുടെ ജീവിതത്തിൽ വന്നതായ തെറ്റുകളും ദൈവം മറച്ചുവെക്കാതെ രേഖപ്പെടുത്തുവാനിടയായി. ഒരു വശത്ത് അവർക്ക് ലഭിച്ചതായ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിലും ലഭിക്കേണ്ടതിനു വേണ്ടി, അതുപോലെ തന്നെ അവർ ജീവിതത്തിൽ വരുത്തിവെച്ച തെറ്റുകൾ നാമും ആവർത്തിച്ച് നമുക്ക് കഷ്ടതയും നഷ്ടവും വരുത്തിവെക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യിസ്ഹാക്ക് ബാല്യത്തിൽ ഭയഭക്തിയുള്ളവൻ ആയിരുന്നു. യൗവനപ്രായത്തിൽ സത്യസന്ധനായി ജീവിച്ചവനായിരുന്നു. വിവാഹത്തിൽ വിശുദ്ധിയെ കാത്തുസൂക്ഷിച്ചവൻ. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ വളരെ സാമർത്ഥ്യത്തോടെ അതിനെ നേരിട്ടു. എന്നാൽ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ തന്റെ ആത്മീയ ജീവിതത്തിൽ മന്ദീഭവിപ്പുണ്ടാകുവാൻ ഇടയായി. വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് ആത്മീയ ജീവിതത്തിൽ കുറവുകൾ ഉള്ള ഒരു വ്യക്തിയായി ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 27-ാമത്തെ അധ്യായത്തിൽ യിസ്ഹാക്കിന്റെ കുടുംബത്തിൽ സംഭവിച്ച ദാരുണമായ ഒരു വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യിസ്ഹാക്കിന് ഒരേയൊരു ഭാര്യയാണ്, റിബേക്ക. 2 ആൺമക്കൾ, ഏശാവും യാക്കോബും. ഇതൊരു ചെറിയ കുടുംബമാണ്. എന്നാൽ ആ ചെറിയ കുടുംബത്തിൽ നടന്നതായ സംഭവങ്ങൾ അത്ര നിസ്സാരമായ സംഭവങ്ങൾ ആയിരുന്നില്ല. യിസ്ഹാക്ക് ഗൃഹനാഥനായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുകൊണ്ട് ആ കുടുംബത്തെ നയിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നതായ ആ കുടുംബം അതുപോലെ ഗൃഹനാഥൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് കുടുംബത്തെ നടത്തേണ്ടതിന് പകരമായി യിസ്ഹാക്കിന്റെ ജീവിതത്തിൽ താൻ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ആത്മീയ അന്ധത ബാധിച്ചവനായിട്ട് കുടുംബത്തിൽ ഛിന്നഭിന്നങ്ങൾ ഉണ്ടായപ്പോഴും അവയൊന്നും പരിഗണിക്കാതെ തന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നിവർത്തിക്കുവാനായിട്ട്, ജഡത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചതായിട്ട് നമുക്ക് 27-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നതാണ്. വീട്ടിൽ സ്വസ്ഥതയില്ല, വീട്ടിൽ സമാധാനമില്ല. അതുപോലെ 2 ആൺമക്കൾ തമ്മിൽ ഐക്യതയും സ്നേഹവും ഇല്ല. അങ്ങനെയൊരു സന്ദർഭം ഉണ്ടായിരുന്നപ്പോഴും തൻ്റെ ഭവനത്തിൻ്റെ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാതെ തൻ്റെ ഇഷ്ടം നടക്കണം, തൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കണം, അതിനുള്ള ഒരു ശ്രമമാണ് യിസ്ഹാക്ക് നടത്തിയത്. വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് തൻ്റെ മകനായിരുന്ന ഏശാവിനെ വിളിച്ച് പറയുകയാണ്, മോനെ, ഞാൻ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ കാട്ടിൽ ചെന്ന് വേട്ടയാടി വേട്ടയിറച്ചി എനിക്ക് കൊണ്ടുവരണം. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ജ്യേഷ്ഠനെന്ന നിലയിൽ നിനക്ക് അനുഗ്രഹം ഞാൻ നൽകാമെന്ന് പറയാനിടയായി. വാസ്തവത്തിൽ ദൈവം ഏശാവിനെ
ജ്യേഷ്ഠനായി തിരഞ്ഞെടുത്തിട്ടില്ല. യാക്കോബിനെയാണ് ജ്യേഷ്ഠനായിട്ട് തിരഞ്ഞെടുക്കുവാൻ ഇടയായത്. ഇളയവനെ ജ്യേഷ്ഠന്റെ അവകാശത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്തു. മൂത്തവനെ ദാസനായി തിരഞ്ഞെടുക്കുവാനിടയായി. ആ ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് മുൻപേ തന്നെ ഇസഹാക്കിനോടും റെബേക്കയോടും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടമെന്താണെന്ന്, അവന്റെ ഉദ്ദേശമെന്താണെന്ന് ഇസഹാക്കിനും അതുപോലെ റെബേക്കയ്ക്കും അറിയാമായിരുന്നു. ഒരു കുടുംബം ദൈവത്തിന്റെ ഹിതം പോലെ ജീവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെടണമെങ്കിൽ പ്രധാനമായിട്ടും ആ കുടുംബത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ഹിതത്തെ അനുസരിക്കേണ്ടതാണ്. ഇസഹാക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തെ അനുസരിക്കുന്നതിന് പകരമായി തന്റെ ശരീരത്തിന്റെ ആഗ്രഹം എന്താണ്? ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം, നല്ല രുചികരമായുള്ള ആഹാരം കഴിക്കണമെന്നാണ്. തന്റെ ശരീരത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ ഹിതം മാറ്റിവയ്ക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു തീരുമാനത്തിൽ ഇസഹാക്ക് എത്തിച്ചേരുവാനിടയായി. പരിശുദ്ധനായ പിതാവെ, വളരെ വ്യക്തമായി ലളിതമായി നീ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ആത്മീയ ജീവിതത്തിലുണ്ടായ ബലഹീനതകൾ നിമിത്തമായി വഞ്ചന ചെയ്യുവാൻ തന്നെ സാഹചര്യം ഒരുക്കിക്കൊടുക്കാനിടയായി. സത്യം തിരിച്ചറിഞ്ഞ ഞങ്ങൾ സൂക്ഷ്മതയോടെ ജീവിക്കുവാനായി ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് നീ വളരെ വ്യക്തമായി സംസാരിച്ചുവല്ലോ. വചനപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ അനുഗ്രഹം ലഭിക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാശമാണ്. കർത്താവേ, ഇന്നാരൊക്കെയാണോ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാവരും തങ്ങളുടെ ജീവിതത്തെ നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ, നിന്റെ നാമമഹത്വത്തിനായി ജീവിക്കുവാനായി അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.